ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്താ പറയുക, ഭയങ്കര പേടിപ്പെടുത്തിയൊരു ദിവസം എന്ന് പറയാം കേട്ടോ. തൂമുനെ റെഡിയാക്കി സ്കൂളിൽ വിടുന്ന കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര കാറ്റും ബഹളവും, കൊടുങ്കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കൊടുങ്കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞു കേട്ട് വന്നപ്പോൾ കൊടുങ്കാറ്റ് തന്നെയാണ്. നമ്മുടെ ആ ആടുന്ന മരം ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നപ്പോഴത്തേക്കിനും ഒടിഞ്ഞു വീണു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സീൻ കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ പുതിയ സെറ്റിങ്സ് ഒക്കെ മറിഞ്ഞു വീണു. അത്രയ്ക്കും കാറ്റായിരുന്നേ. അപ്പോൾ തോമുനെ സ്കൂളിൽ കൊണ്ടാക്കാനും പറ്റിയില്ല. സ്കൂളിൻ്റെ രണ്ട് വഴിയിലും മരം വീണു, സ്കൂളിൻ്റെ മുകളിൽ വീണു, സ്കൂളിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിലെ വണ്ടികളിലൊക്കെ വീണു. അപ്പോൾ പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് ചാക്കോൻ്റെ ഓറിയൻറ്റേഷൻ ഡേ ആയിരുന്നു, പേരൻസിന് വേണ്ടിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ ചാക്കോനെ ചെറുതായിട്ടൊന്ന് സ്കൂൾ മാറ്റിയിട്ടുണ്ട്. കുറേ പേര് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ചാക്കോനെ സ്കൂൾ മാറ്റിയ കാര്യം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ബസ് കയറി നടത്തറയിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നെല്ലുകുന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പൈസ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നേരെ പോയത് നമ്മുടെ നെല്ലുകുന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടൈം കിഡ്സിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഇവനെ മാറ്റിയ കാര്യം അറിഞ്ഞെന്നുള്ളത് കേട്ടോ. ഞാൻ ശരിക്കും വണ്ടടിച്ചു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നുള്ളത് കേട്ടോ. അങ്ങനെ ദേ അവിടെ ചെന്ന് ഓരോ പേരൻസായിട്ട് വന്ന് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. പറയൂ. കുറേ ദിവസമായിട്ട് കുറേ പേര് ചോദിക്കുന്ന ചാക്കോച്ചിനെ സ്കൂള് മാറ്റിയോ, സ്കൂള് മാറിയോ ചാക്കോ? എങ്ങടെ പോണേ? അവിടെ നോക്കി പറ, ഡിപ്പിളിനെ നോക്കി പറ. ടൈം കിഡ്സ് എന്ന് പറയൂ. ഞങ്ങള് ടൈം കിഡ്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും കാരണങ്ങൾ ഉണ്ടായിട്ടല്ല, നമ്മുടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈം കൂടുതലുണ്ട് ഞങ്ങൾക്ക്. ഇതിനകത്ത് എന്തൊക്കെയാണല്ലോ ചാക്കോ? യൂണിഫോം ഉണ്ട്. തുറക്കാം. ആർ യു റെഡി? നോക്കടാ, യൂണിഫോം, പാന്റ് ഉണ്ട്. ചാക്കോയ്ക്ക് ബാഗ് ഉണ്ടോ? ബാഗ് കൂട്ടണ്ട്. ക്യാപ്പുണ്ട്. അത് കൊള്ളാലോ അല്ലേ? ക്യാപ്പ്, ചാക്കോന്റെ ക്യാപ്പ് നോക്കാട്ടോ നമുക്ക്. ഇത് കൊള്ളാല്ലേ? ക്യാപ്പ് 2 സെറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പാന്റ് 2 സെറ്റ് ഉണ്ട്. പ്ലേറ്റ് ഉണ്ട്. സിയാന ID കാർഡ് ഉണ്ട്. വാവ്, കൊള്ളാം. 2 സെറ്റ്, അത് നന്നായിട്ടുണ്ട്. 2 സെറ്റ് ID കാർഡ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കാരണം വെച്ചാല് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഡയറി ഉണ്ട്. ചാക്കോ നോക്ക്. അയ്യോ അത് തുറക്കല്ലേ, സ്കൂളിൽ കൊടുക്കാനുള്ള തുറക്കല്ലേ. ഡയറി ഉണ്ട്. ബുക്സ് ഒക്കെ നമുക്ക് ഓൾറെഡി അവിടെ നിന്നൊരു ഓറിയന്റേഷൻ ക്ലാസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാക്കോ ഒന്ന് മാറുവോ പ്ലീസ് 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 പ്ലീസ്. ടൈം കിഡ്സ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബാഗ് ഉണ്ട്, ID കാർഡ്, പാരന്റ്സിന് ID കാർഡ് ഉണ്ട്, മെഡൽ, ക്രയോൺ ബോക്സ്, മെഡൽ ഇല്ല, ക്യാപ്പ് ഉണ്ട്, സ്ലേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ബോക്സിൽ സ്കാൻ ചെയ്തതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബുക്സ് വരുന്നത്. ആക്ടിവിറ്റി ബുക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്പേഴ്സ് ഉണ്ട് കേട്ടോ, നമ്പേഴ്സ് വരുന്നുണ്ട്, ആൽഫബറ്റ് വരുന്നുണ്ട്. അപ്പോ ഈ പ്ലേ ഗ്രൂപ്പിൽ ആദ്യത്തെ വർഷം ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം, അതായത് മമ്മ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. പിന്നെയാണ് സ്മോൾ ലെറ്റർ ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ബുക്ക് എനിക്ക് ഇഷ്ടമായി. സെറ്റിലിംഗ് പീരിയഡ് ബുക്ക്. ആദ്യത്തെ ഒരാഴ്ച അവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബുക്കാണ്, കളർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബുക്കാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പിക്ചർ ബുക്ക്, മൈ പിക്ചർ, ഇതെല്ലാം ഈ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അവരെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ബുക്കാണ് കേട്ടോ. പിന്നെന്താണ്, സ്ക്രാപ്പ് ബുക്ക്. ഇതിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ തീം, ഇതിലെന്തോ പറഞ്ഞിരുന്നു, മറന്നുപോയി ഞാൻ. പിന്നെന്താണ്, ഇതിനെന്തോ ഉണ്ടല്ലോ, ഇതെന്തോ എന്തോ ഒരു സാധനമാണ്, ഞാൻ മറന്നുപോയി. പക്ഷെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തിരക്കിന്റെ ഇടയിൽ ഒക്കെ മറന്നുപോയി. ID കാർഡ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തിരിച്ചു കൊടുക്കേണ്ടി വരും. സർട്ടിഫിക്കറ്റുകൾ, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് ഫയലാന്ന് തോന്നുന്നു അല്ലേ? ഫയല്, അതായത് നമുക്ക് ഈ ഒരു വർഷം യൂസ് ചെയ്യാനുള്ളതായിരിക്കണം.
അങ്ങനെ ഇതൊക്കെയാണ്. ഇനി ചാക്കോനെ ശരിക്കും നാളെ ക്ലാസ് തുടങ്ങുകയാണ് ചാക്കോയ്ക്ക്. ഇതിപ്പോ പറ്റുമോന്ന് എനിക്ക് അറിയില്ല. ഇനി ഇതൊക്കെയാണ് സാധനങ്ങള്. ഇനിയിപ്പോ ഡേ ബൈ ഡേ അറിയാം എങ്ങനെ അവൻ അത് എടുക്കും എന്നുള്ളത്. കുറെ പേര് എങ്ങനെ അറിയുമെന്ന് എനിക്കറിയില്ല. ചാക്കോനെ വന്നിട്ട് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, ചെറിയല്ല കുറച്ച് വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചാക്കോച്ചന്റെ ഐറ്റംസ്. നാളെയാണ് അവർക്ക് ക്ലാസ് തുടങ്ങുന്നത്. ആക്ച്വലി നാളെ പോവാൻ പറ്റാൻ യാതൊരു ചാൻസും കാണില്ല. ചെറിയൊരു പ്രശ്നത്തിലാണ് ഞങ്ങള്. അപ്പൊ എന്താ പോന്ന് ശരിക്കും ആ പ്രശ്നമല്ല, കറണ്ട് ഇല്ല. അന്ധകാരത്തിലാണ് ഞങ്ങൾ. ഇത് മറ്റേ ഇതില് ബാറ്ററിയിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ചിലപ്പോൾ നാട് വിടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയ്ക്കും ക്രൂരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം രാവിലെ ഇവിടുന്ന് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്താണ് ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റ്. നോന്തനെ വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോയത്. തോമിന്റെ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരങ്ങളൊക്കെ വീണ് അവർക്ക് സ്കൂളിൽ എത്താൻ പറ്റില്ല. വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങോട്ട് വിടുക വേണ്ട, മരങ്ങളൊക്കെ വീണിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ന്യൂസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ, കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ചാക്കോയ്ക്ക് തോമിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചത്. അവരപ്പൊ തന്നെ ഡിസ്പേഴ്സ് അതായത് LKG UKG ഉള്ള സെക്ഷനിലാണ് ഇപ്പൊ പ്രശ്നം പറ്റിയിരിക്കുന്നത്. മെയിൻ സ്കൂളിലല്ല. ഇവരുടെ ഒരു സെക്ഷൻ വേറെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ അവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിള്ളേരെല്ലാം ഒരു വളരെ സേഫ് ആക്കി വീട്ടിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ 2 ദിവസം ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇത്രയൊക്കെയുള്ള പുതിയ വിശേഷങ്ങൾ. ഇനി ചാക്കോച്ചന്റെ പുതിയ സ്കൂൾ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വേഗം വരാം. ചാക്കോ ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം പറഞ്ഞപ്പോൾ അവൻ ഒട്ടും അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് പോവണ്ട, എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴായാലും ചോദിക്കുമ്പോൾ വേണ്ടാന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനി പോയിട്ട് സെറ്റ് ആവണം കേട്ടോ. അതുവരെ നമുക്ക് ശരിക്കും ഒരു ക്രൂഷ്യൽ പീരീഡ് ആണ്. അങ്ങനെ ദേ ചാക്കോൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി. യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് വലിയ പത്രാസായിട്ട് അത് കറങ്ങുന്നുണ്ട്. അവനപ്പോൾ അവർക്ക് അവിടെ നിന്ന് ബാഗും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ഈസിയാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് ശരിക്കും ഇഷ്ടം ഫസ്റ്റ് സ്കൂൾ തന്നെയാണ്. അതിലൊരു സംശയമില്ല. അവനവിടെ ഒരു വർഷം പോയിട്ട് അവിടെ സെറ്റായി. അപ്പോൾ അവൻ പോകുന്നതിൽ അവിടെയുള്ളവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മൾ കൂടുതലും നിയർ ബൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നോക്കാം. പ്ലേ ഗ്രൂപ്പിലല്ലേ, അപ്പോൾ ഇവിടെ പോയി പിന്നെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി പോയി. അതൊക്കെ കൊണ്ട് നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ടൈം നോക്കിയപ്പോൾ കുറച്ചധികം സമയമുണ്ട്. അപ്പോൾ എനിക്കും എൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ആവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഒട്ടും അവൻ സെറ്റായില്ലെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അറിയില്ല, നമുക്കങ്ങനെ അവനിഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനും പറ്റില്ലല്ലോ. അവനത് ഇഷ്ടമാവട്ടെ, അവൻ സന്തോഷമായിട്ട് അവൻ പോയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് കേട്ടോ. ഇതൊന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നറിയാം. ഇങ്ങനെ കണ്ടപ്പോൾ വലിയൊരു ചെക്കൻ യൂണിഫോമൊക്കെ ഇട്ട് വന്നപ്പോൾ വേറൊരു കുട്ടിയായിട്ടോ. അപ്പം നിങ്ങൾ ചാക്കോനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. നാളെ ഞാൻ പറഞ്ഞ പോലെ നാളെ പോകാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ്. കാരണം അത്രയ്ക്കും രൂക്ഷമായ പ്രശ്നത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അവനെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക കേട്ടോ.